ഹായ്, എല്ലാവർക്കും സുഖം തന്നെ. നിങ്ങൾ എന്തെൻ്റെ വീഡിയോ കാണാത്ത? വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ഷെയറൊക്കെ ചെയ്യണ്ടേ? എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. ഞാൻ നിങ്ങളൊക്കെ എനിക്ക് പിന്നെ ലൈക്ക് ഷെയറും ചെയ്യും എന്നൊക്കെ കരുതിയല്ലേ ഒരു പൊട്ടൻ ചാനൽ ഞാൻ തുടങ്ങിയത്. നിങ്ങൾ എന്തെനിക്ക് ലൈക്ക് ഷെയറൊന്നും ചെയ്യാത്ത? എൻ്റെ വീഡിയോ ഒന്നും നിങ്ങൾ കാണാത്ത? നിങ്ങൾ കാണണം കേട്ടോ. ഇന്നെനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ആഹാരം കഴിച്ചില്ലേ എന്ന് നമുക്ക് മാത്രമേ അറിയാവൂ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാര്യമാണ്, ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പൂജാ റൂമിൽ കയറി പ്രാർത്ഥിച്ച് ഒരു 5-6 കുറിയൊക്കെ നെറ്റിയിലിട്ട് ഉള്ള വസ്ത്രം നനച്ചു നല്ല വൃത്തിയായിട്ടാണ് പുറത്തിറങ്ങണതായാലും വീട്ടിൽ നിൽക്കണതായാലും. അപ്പോൾ എന്നെ കാണുമ്പം ദൂരെ നിൽക്കണവർ വിചാരിക്കും, ഇവളെ കയ്യിൽ ആവശ്യം പോലെ പൈസ ഉണ്ടെന്ന്. അതെ, വെള്ളത്തിൽ കിടക്കണ തവളയ്ക്ക് അറിയാവൂ ആ തവള വെള്ളം കുടിച്ച് കിടക്കണ വെള്ളം കുടിക്കാതെ കിടക്കണമെന്ന്. അത് കണ്ടു നിൽക്കണം നമുക്കറിയാൻ പറ്റില്ല. അതേപോലെയാണ് എല്ലാ മനുഷ്യരും. അവർക്ക് ദുഃഖമുണ്ടാ സുഖമുണ്ടാ അവരെ കയ്യിൽ കാശുണ്ടാ എന്ന് അവർക്ക് മാത്രമേ അറിയാവൂ. ഇത് പറയാൻ കാര്യം, നവംബർ 6-ാം തീയതി വെള്ളിയാഴ്ച അന്ന് എൻ്റെ വീട്ടിൽ ഒരു പുരുഷൻ കയറി വന്ന് പൈസയ്ക്കാണ്. ആ വ്യക്തിയായിട്ട് എനിക്ക് ഒരു പരിചയവുമില്ല. ഞാൻ പലപ്പോഴും റോഡിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ആ വ്യക്തി എന്നോട് സംസാരിച്ചിട്ടില്ല, ഞാൻ ആ വ്യക്തിയുടെ സംസാരിച്ചിട്ടില്ല, എനിക്ക് പരിചയവുമില്ല. നമ്മൾ അയൽവക്കക്കാരാണെങ്കിലോ അല്ലെങ്കിൽ ആ വ്യക്തിയായിട്ട് സംസാരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിലല്ലേ നമുക്ക് അവരോട് ഒരു ബന്ധം കാണുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു ബന്ധവുമില്ല വ്യക്തിയുടെ അടുത്ത്. കണ്ടിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം എന്നോട് മിണ്ടിയിട്ടുമില്ല, ഞാനും മിണ്ടിയിട്ടില്ല. പെട്ടെന്നൊരു ദിവസം പൈസയ്ക്ക്, അതായത് ഞാൻ പറഞ്ഞില്ലേ നവംബർ 6-ാം തീയതി വെള്ളിയാഴ്ചയായിരുന്നു പൈസയ്ക്ക് വന്നു. പൈസയ്ക്ക് കയറി വന്ന് എന്നോട് പൈസ കേട്ടപ്പോൾ ഞാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി എന്നോട് ചോദിക്കുന്നത്, നിങ്ങളിൽ പൈസ ഇല്ലേന്ന്. അത് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാകുന്ന എനിക്ക് മാത്രമല്ലേ അറിയാവുള്ളൂ. ഞാൻ ചിലപ്പം ഇല്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തി വിശ്വസിക്കണമെന്നില്ല, ഉണ്ടെന്ന് പറഞ്ഞാലും മറ്റൊരാൾ വിശ്വസിക്കണമെന്നില്ല. ഞാൻ ഇല്ലാത്തത് ഇല്ലെന്ന് തന്നെയാണ് പറഞ്ഞത്. ആ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞ് എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ആ വ്യക്തി അങ്ങ് പോയി. ഒരു പരിചയമില്ലാത്ത ഒരാൾ നമ്മളടുത്ത് ആദ്യമായിട്ട് പൈസയ്ക്ക് വരുമ്പം പല ആൾക്കാരും ചിന്തിക്കും, പക്ഷേ മറ്റുള്ളവർ ചിന്തിക്കുമെന്ന് എനിക്കറിയണം, ഞാൻ ചിന്തിക്കും. കാരണം എൻ്റെ ഭർത്താവ് അന്യനാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് അങ്ങേരെ സുഖദുഃഖങ്ങളെല്ലാം ഉപേക്ഷിച്ചാണ് അവിടെ പോയി നിന്ന് കഷ്ടപ്പെട്ട് അങ്ങേര് എനിക്ക് പൈസ അയക്കണം. എനിക്ക് അങ്ങേര് പൈസ, എനിക്ക് ഒരു കുറവും വരുത്താതെ എൻ്റെ കാര്യങ്ങൾ അങ്ങേര് നോക്കണം. അപ്പം ഞാൻ എന്ത് വേണം? ആ പൈസ കൊണ്ട് മാന്യമായ രീതിയിൽ ജീവിക്കണം, അതല്ലേ നല്ലത്. അതേ ആ പൈസ എടുത്ത് ആൾക്കാർക്ക് കുടിയന്മാർ വന്ന് കേട്ടാൽ കുടിക്കാനും മറ്റുള്ളവരുടെ ചിലവിന് ഞാൻ കൊടുക്കണോ? അതിൻ്റെ ആവശ്യം വല്ലതും എനിക്കുണ്ടോ? അതുകൊണ്ട് ഞാൻ ആർക്കും, പെണ്ണുങ്ങൾക്കല്ലാതെ ഒരു പുരുഷന്മാർക്കും കൊടുക്കില്ല. കാരണം ഇന്നത്തെ കാലത്ത് മദ്യപിക്കാത്ത ആൾക്കാർ ചുരുക്കമാണ്. ചിലപ്പം നമ്മൾ കൊടുക്കണ 500 രൂപ 1000 രൂപയായിരിക്കാം ഒരു വീട്ടിൽ വൻ അടിയും ഉണ്ടാക്കണത്. കാരണം ഒരു പ്രാവശ്യം അവർ 500 രൂപയ്ക്ക് വരും, പിന്നെ അത് 1000 ആവും, പിന്നെ അങ്ങനെ വന്ന് അത് വല്ലാത്തൊരു പ്രതിസന്ധിയിലോ വല്ലാത്തൊരു ബന്ധത്തിലോ കൊണ്ടെത്തിക്കും. അതിനേക്കാൾ നല്ലത് നമ്മളടുത്ത് പൈസ വന്ന് കേട്ടാൽ നമ്മളില്ല എന്ന് പറയണം. ഉണ്ടെങ്കിലും നമുക്ക് ഒരുപാട് ആവശ്യങ്ങളില്ലേ, നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് ആവശ്യങ്ങളില്ലേ. നമ്മൾ ഈ ആണുങ്ങൾക്ക് പൈസ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എൻ്റെ ഭർത്താവിനെ പോലൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അധ്വാനിക്കാൻ വയ്യേ? അദ്ദേഹം എന്തിന് കടം ചോദിക്കാൻ നടക്കുന്നത്? നമ്മൾ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മളെ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കണ പൈസ എടുത്ത് മറ്റൊരു പുരുഷന് അടിച്ചു പൊളിക്കാൻ കൊടുക്കരുത്. കാരണം അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമ്മൾ ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ തീർന്ന്. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവണത്. ഇന്ന് തന്നെ ഒരു ആൺ സുഹൃത്തിനെ നിമിത്തമാണ് ഒരു സ്ത്രീയെ പെട്രോൾ ഒഴിച്ച് കൊന്നത്. അതേപോലെ ഓരോ സംശയത്തിൻ്റെ പേരിലാണ് ആണുങ്ങൾ സ്ത്രീകളെ കൈപ്പത്തി വെട്ടണ്, കാല് വെട്ടണ്, കൈ വെട്ടണ്, വെട്ടിക്കൊല്ലണേക്കുക. ദയവ് ചെയ്ത് എന്നെ കേൾക്കണ എൻ്റെ സഹോദരിമാരെ, നിങ്ങൾ ഒരു പുരുഷന്മാർക്കും നിങ്ങളെ ഭർത്താവ് അധ്വാനിക്കണ പൈസ എടുത്ത് കൊടുക്കരുത്. ഇനി എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ കൊടുക്കല്ലേ.